ട്രിയോ ഇതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വൈഡ് ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് വിസിബിലിറ്റിയൊക്കെ നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. സാധാരണ ഇത് ഒരു പ്രീമിയം വണ്ടി തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് വളരെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ വലിയ ഇൻഡിക്കേറ്റേഴ്സാണ് നമുക്ക് വരുന്നത്. അതും കൂടാണ്ട് നമ്മുടെ ഹെഡ്ലൈറ്റ് ആണെങ്കിലും മറ്റേ ട്രിയോയുടെ ഒക്കെ നമ്മുടെ ചെറിയ ഹെഡ്ലൈറ്റ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇതിലാകുമ്പോൾ ലാർജ് ഹെഡ്ലൈറ്റാണ് നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ അടുത്തതായിട്ട് വരുന്ന നമ്മുടെ മഹീന്ദ്രയുടെ ഒരു ലോഗോയാണ്. ഒരു വലിയൊരു ലോഗോയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് തന്നെ നമ്മുടെ മോഡലിൻ്റെ പേരായ യുഡോ എന്നുള്ള പേരും അതിൻ്റെ കൂടെ നമ്മൾ ബാക്ക് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ ടയറിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ടയർ വരുന്നത് ഏകദേശം 12 ഇഞ്ചാണ് ടയർ വരുന്നത്. ഡുവൽ സസ്പെൻഷൻ കൂടിയാണ് അതിൻ്റെ കൂടെ വരുന്നത്. ഫ്രണ്ടിൽ ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മിറേഴ്സും പറയുകയാണെങ്കിൽ വലിയ ലാർജ് മിററാണ് വരുന്നത്. എന്തുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് ബാക്കിൽ വരുന്ന വാഹനങ്ങൾ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഫുൾ വിസിബിലിറ്റിയോടെ കാണാൻ സാധിക്കും. മറ്റേതിൻ്റെ ആകുമ്പോൾ ചെറിയ ബൈക്കിൻ്റെ പോലത്തെ ചെറിയ മിററും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ സൈഡിലോട്ട് വരുമ്പം തന്നെ ആദ്യമായിട്ട് പറയേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രധാനമായിട്ട് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് 2100 mm ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവർക്ക് അത്യാവശ്യത്തിലേറെ നമ്മുടെ ഹെഡ് റൂമും അതിൻ്റെ കൂടെ ലെഗ് റൂമും വിശാലമായ ലെഗ് റൂമും ലഭിക്കുന്നതാണ്. ഈ 2100 mm വീൽ ബേസ് ഉള്ളതിനാൽ തന്നെ നമ്മുടെ വണ്ടിയുടെ അകത്തോട്ട് വരികയാണെങ്കിൽ തന്നെ ഇതിനകത്ത് ലഗേജ് ക്യാരി ചെയ്യാൻ ആവശ്യത്തിൽ കൂടുതൽ സ്പേസ്